ഒരു രാജ്യത്തിന്റെ ഫ്ലാഗ് ഞാൻ അംഗീകരിക്കില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു ഫ്ലാഗ് ഇല്ല. മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ട് അതിന്റെ താഴെ വാള് വെച്ച ഒരു പതാക മാനവ ചരിത്രത്തിൽ കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ കാണിച്ചാൽ അന്ന് ഈ വലത്തെ ചെവി മുറിച്ചു തരും ഞങ്ങൾക്ക്. അങ്ങനെയില്ല. മുസ്തഫ നബിയുടെ പതാക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ല. സിദ്ദീഖുൽ അക്ബറിന്റെ പതാകയിലില്ല. ഉമർ ഇബ്നു ഖത്താബിന്റെ പതാകയിലില്ല. ഖിലാഫത്തുർ റാഷിദയിൽ 4 ഭരണാധികാരികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വെച്ചിട്ട് അതിന്റെ താഴെ വാൾ വെച്ചൊരു ചരിത്രമില്ല. പിന്നീട് അമവികൾ വന്നു. അമവികൾ 1 നൂറ്റാണ്ടിലേറെ ഭരിച്ചു. ഈ 1 നൂറ്റാണ്ടോളം ഭരിച്ചിട്ടുണ്ട് അമവികൾ. അവരുടെ കൊടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിയിട്ട് അതിന്റെ താഴെ വാൾ വെച്ചൊരു കൊടി അവർക്കില്ല. പിന്നെ അബ്ബാസികൾ ഭരിച്ചു, ഇല്ല. സെൽജൂക്കികൾ ഭരിച്ചു, ഇല്ല. അയ്യൂബികൾ ഭരിച്ചു, ഇല്ല. മംലൂക്കികൾ ഭരിച്ചു, ഇല്ല. ഉസ്മാനികൾ ഭരിച്ചു, ഇല്ല. ഒന്നുമില്ല. ലോക ചരിത്രത്തിൽ ഈ പതാക വരുന്നത് 1932-ലാണ്. അഭിശപ്തമായൊരു പതാകയാണ്. അത് മുസ്ലിം ലോകത്തിന് ദുഷ്പേരുണ്ടാക്കാൻ ഉപകരിക്കും. അത് മുസ്ലിങ്ങൾ അങ്ങനത്തെ ഒരു പതാക ഉണ്ടാകാൻ പാടില്ല. 100% പതാക തെറ്റാണ്. അത് ഞാൻ അംഗീകരിക്കില്ല. ഈ ലോകത്തെ 840 കോടി ജനങ്ങളും ആ പതാക അംഗീകരിച്ച ഞാൻ അംഗീകരിക്കില്ല. ഇന്ന പതാകകളെ അത് ഇസ്ലാമിന് ശരിയല്ല.